ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തെ പൂർണ്ണമായും തഴയുന്ന ബജറ്റാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിച്ച കേന്ദ്ര ബജറ്റ് വയനാട്ടിലെ ദുരന്തബാധിതർക്കായി ₹1 പോലും മാറ്റിവെച്ചില്ല. വയനാടിന് പ്രത്യേക പരിഗണന നൽകേണ്ടിയിരുന്നുവെന്ന് വഴിഞ്ഞത്തെക്കുറിച്ച് ഒന്നും പറയാതിരുന്നതും ഖേദകരമായി പോയി എന്നും മന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. ഷീജ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി. എയിംസ്, പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കം കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യങ്ങളോട് മുഖം തിരിച്ച കേന്ദ്ര ബജറ്റ് ഒരു പരിഗണനയും കേരളത്തിന് നൽകിയതുമില്ല. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോഴാണ് കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും മുഖം തിരിച്ചത്. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അവഗണിച്ചു. പ്രധാനമന്ത്രി എത്തി പിന്തുണ പ്രഖ്യാപിച്ച് ഫോട്ടോഷൂട്ട് നടത്തിയ മുണ്ടക്കൈ ചൂരൽമലയ്ക്കായി പ്രത്യേക പാക്കേജ് നൽകണമെന്ന ആവശ്യവും തള്ളിക്കളഞ്ഞു. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമേ അല്ല എന്ന തരത്തിലാണ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗം നടത്തിയത്. പ്രധാനമായും 24,000 കോടിയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, അതിനൊപ്പം തന്നെ വിഴിഞ്ഞം കൂടാതെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ പുനരധിവാസം, അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുക. ഇതിന് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം, അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു പരിഹാരത്തിനായുള്ള പദ്ധതിക്കായി 1000 കോടി നീക്കിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിരുന്നത്. പക്ഷേ ഇതിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പരാമർശവും നടത്താൻ കേന്ദ്രം തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിന്റെ പേര് പോലും ഇത്തവണത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം വലിയ രീതിയിലുള്ള അവഗണന തന്നെയാണ് ഇത്തവണ കേരളത്തോട് കേന്ദ്രം കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത്. മുഖ്യമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും അടക്കം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കുന്നു എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ആ വീതം വെപ്പിനകത്ത് തന്നെ വല്ലാത്ത വ്യത്യസ്തതകൾ ഉണ്ടെന്ന് കണക്ക് കാണിക്കുന്നതാണ് ഇവരുടെ കണക്ക്. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോൾ വയനാട് പോലൊരു സംഭവത്തിന് ഒരു പ്രത്യേക പരിഗണന, വിഴിഞ്ഞം പോലൊരു ഇന്ത്യക്ക് ആകെയുള്ള പ്രോജക്റ്റിനൊരു പ്രത്യേകമായ ഒരു പരിഗണന, പൊതുവിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധകരമാണ്. അത് അവരത് കാര്യത്തിനകത്ത് തിരുത്തലുണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വിഴിഞ്ഞം, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളുടെ പ്രതിസന്ധി വിഷയങ്ങൾ ഒക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ വിള ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്കുള്ള പരിഗണന, ഇവയിലൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു പരിഗണന സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രയത്നമാണ് സംസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ മികച്ച വളർച്ച കൈവരിച്ച് സംസ്ഥാനം മുന്നോട്ട് പോകുന്നു. അതുപോലും പരാമർശിക്കാൻ കേന്ദ്രം തയ്യാറായില്ല എന്നുള്ളതും സംസ്ഥാനം പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനം ആരംഭിച്ച പദ്ധതികൾ അത് കേന്ദ്ര തലത്തിൽ പ്രഖ്യാപിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കേന്ദ്രം കടന്നിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആ പദ്ധതികൾ ആരംഭിച്ച കേരളത്തിന് ഒരു തരത്തിലും അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നില്ല. ഇതിൽ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ വിവേചനം, അത് രാഷ്ട്രീയപരമായി താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ വലിയ രീതിയിൽ അവഗണിക്കുന്ന നിലപാട്, അത് ശരിയായ ഒരു നിലപാടല്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെയായി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. യുവജന സംഘടനയായ DYFI ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. ഏതായാലും സംസ്ഥാനത്തിന്റെ പ്രതിഷേധം ഔദ്യോഗികമായി തന്നെ കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാരും കടന്നിരിക്കുന്നത്.